അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അഥ ചതുർത്ഥസ്കന്ധ 9-മോऽധ്യായ. വ്യാസ ഉവാച കുർവം തീർത്ഥവിധിം തത്ര ഹിരണ്യകശിപോ സുതാ ന്യഗ്രോധം സുമഹച്ഛായമപശ്യൽ പുരതസ്തദാ ദദർശ ബാണാനപരാന്നാനാജാതീയകാംസ്തദാ ഗൃധ്രപക്ഷയുതാംസ്തീവ്രാൻ ശിലാധൗതാൻ മഹാബലാൻ ചിന്തയാമാസ മനസാ യസ്യേമേ വിശിഖാസ്ത്വിഹ ഋഷീണാമാശ്രമേ പുണ്യേ തീർത്ഥേ പരമപാവനേ. ഏവം ചിന്തയതാനേന കൃഷ്ണാജിനധരൗ മുനി സമുന്നതജടാഭാരൗ ദൃഷ്ടൗ ധർമ്മസുതൗ തദാ തയോരഗ്രേ ധൃതേ ശുഭ്രേ ധനുഷി ലക്ഷണാന്വിതേ ശാർംഗമാജഗവം ചൈവ തഥാക്ഷയ്യൗ മഹേഷുധി ധ്യാനസ്ഥൗ തൗ മഹാഭാഗൗ നരനാരായണാവൃഷി ദൃഷ്ട്വാ ധർമ്മസുതൗ തത്ര ദൈത്യാനാമധിപസ്തദാ ക്രോധരക്തേ ക്ഷണസ്ഥൗ തു പ്രോവാചാസുരപാലകാം കിം ഭവദ്ഭ്യാം സമാരബ്ധോ ദംഭോ ധർമ്മവിനാശന
ന ശ്രുതം നൈവ ദൃഷ്ടം ഹി സംസാരേസ്മിൻ കദാപി ഹി തപസശ്ചരണം തീവ്രം തഥാ ചാപസ്യ ധാരണം വിരോധോയം യുഗേ ചാദ്യേ കഥം യുക്തം കലിപ്രിയം ബ്രാഹ്മണസ്യ തപോയുക്തം തത്ര കിം ചാപധാരണം ക്വ ജടാധാരണം ദേഹേ കേഷ്വധീ ച വിഡംബനൗ ധർമ്മസ്യാചരണം യുക്തം യുവയോർദിവ്യഭാവയോ വ്യാസ ഉവാച ഇതി തസ്യ വചഃ ശ്രുത്വാ നരപ്രോവാച ഭാരത കാ തേ ചിന്താത്ര ദൈത്യേന്ദ്രാ വൃഥാ തപസി ചാവയോ സാമർഥ്യേ സതി യൽ കുര്യാൽ സൽ തൽസമ്പദ്യേത തസ്യ ഹി ആവാം കാര്യദ്വയേ മന്ദാ സമർത്ഥൗ ലോകവിശ്രുതൗ യുദ്ധേ തപസി സാമർഥ്യം ത്വം പുനഃ കിം കരിഷ്യസി ഗച്ഛ മാർഗേ യഥാ കാമം കസ്മാദത്ര വിഗദ്ധസേ ബ്രഹ്മതേജോ ദുരാരാധ്യം ന ത്വം വേദ വിമോഹിത വിപ്രചർച്ചാ ന കർത്തവ്യ പുരാണിഭിഃ സുഖമീപ്സുഭിഃ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകം മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാടി ഭാഷാഗാനമായി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, തീർത്ഥസ്നാനം ചെയ്യും നേരം അസുരേന്ദ്ര പ്രഹ്ലാദനോ പടർന്നു പന്തലിച്ച വടവൃക്ഷം കണ്ടു. അഗ്രം തേച്ചു മൂർച്ചയുള്ള കഴുകന്റെ തൂവലുള്ള പലവിധ ശരങ്ങളും അദ്ദേഹം കണ്ടു. പാവനമാം ഈ തീർത്ഥത്തിൽ ബാണങ്ങൾ ആരുടേതാകും? പരമഭക്തൻ പ്രഹ്ലാദൻ ചിന്തിച്ചുവല്ലോ. ആ സമയം കൃഷ്ണമൃഗ തോലുടുത്ത ജടയുള്ള ധർമ്മപുത്രരാകും മുനിമാരെയും കണ്ടു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ലക്ഷണയുക്തമാം 2 വില്ലുകളും ശരങ്ങളും അമ്പൊടുങ്ങാത്ത താം ആവനാഴിയും കണ്ടു. ധ്യാനനിമഗ്നരാമവർ നരനാരായണന്മാരും ധർമ്മപുത്രരെ കണ്ടപ്പോൾ ദൈത്യപതിയും ക്രോധത്താൽ കണ്ണു കലങ്ങി അവരോടു പറഞ്ഞല്ലോ, ധർമ്മധ്വംസനമല്ലേ ഈ കാണിക്കുന്നത്? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. തപം ചെയ്യുകയുമൊപ്പം ചാപം ധരിച്ചിടുന്നതും ലോകത്തിൽ ഞാൻ കേട്ടിട്ടില്ല.
കണ്ടിട്ടുമില്ല. കലിയുഗത്തിങ്കലിതു യോഗ്യമാകാമെങ്കിലുമാം കൃതയുഗം തന്നിലിതു യോജിച്ചിടുമോ? ബ്രാഹ്മണനു തപസ്സേറെ യോജിച്ചതു തന്നെയല്ലോ, ചാപം ധരിക്കുന്നതൊട്ടും യോജിച്ചതല്ല. ശിരസിൽ ജടയും പിന്നെ ദേഹത്തു ആവനാഴിയും, വഞ്ചന താൻ നിങ്ങൾ ധർമ്മമാചരിക്കേണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, പ്രഹ്ലാദന്റെ വാക്കു കേട്ടു നരനേവം പറഞ്ഞല്ലോ, ഞങ്ങളുടെ തപം അർദ്ധശൂന്യമാണെന്നോ. കഴിവോടെ ചെയ്തുവെങ്കിൽ ഏതിലും ഔന്നത്യം നേടാം, ഞങ്ങൾ ഇരു കാര്യത്തിലും സമർത്ഥരല്ലോ. യുദ്ധത്തിലും തപസ്സിലും യോഗ്യന്മാരാണല്ലോ ഞങ്ങൾ, വെറുതെ പൂലംബിടാതെ തിരിച്ചു പോകൂ. മൂഢബുദ്ധേ ദുർജ്ഞേയമം ബ്രഹ്മതേജസ്സറിയാമോ, സുഖം വേണമെന്നാണെങ്കിൽ മൗനം ഭജിക്കൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, അമ്മേ ശരണം, വാണി ശരണം, അമ്മേ ശരണം, കാളി ശരണം, അമ്മേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ഞാനംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 352 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം നവാഹ യജ്ഞങ്ങളിൽ 3-ാമത്തെ ദിവസത്തെ പാരായണം ആരംഭിക്കുന്ന 4-ാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 14 ശ്ലോകങ്ങളാണ് പ്രഹ്ലാദ നാരായണ യുദ്ധം എന്ന രീതിയിൽ നമ്മൾ കാണുന്നത്. ഇവിടെ വേദവ്യാസൻ പറയുന്നു, കുറുവം തീർത്ഥവിധിം തത്ര ഹിരണ്യകശിപോസുത ന്യഗ്രോധം സുമഹച്ഛായം അപശ്യൽ പുരതസ്തത. ഹിരണ്യകശിപുവിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ തീർത്ഥസ്നാനകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ തൻ്റെ മുമ്പിൽ വളരെയധികം പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു ന്യഗ്രോധം, ഒരു വടവൃക്ഷം കണ്ടു എന്നാണ്.
പടർന്നു പന്തലിച്ച ന്യഗ്രോധം. സുമഹച്ഛായം അപശ്യൽ പുരതസ്തത, തൻ്റെ മുന്നിലായിട്ട് കണ്ടു. ദദർശ ബാണാൻ അപരാൻ നാനാജാതീയ കാംസ്തദ ഗൃദ്ധപക്ഷയുതാം തീവ്രാൻ ശിലാധൗതാൻ മഹാബലാൻ. അഗ്രം തേച്ച് മൂർച്ച വരുത്തിയ തിളങ്ങുന്ന ഗൃദ്ധപക്ഷം, ആ കഴുകൻ്റെ തൂവൽ കൊണ്ട് നിർമ്മിച്ച നല്ല ബലമുള്ള അലങ്കരിച്ച പലതരത്തിലുള്ള ബാണങ്ങളും അദ്ദേഹം അവിടെ കണ്ടു. ഈ വടവൃക്ഷം മാത്രമല്ല കണ്ടത്, ഒരുപാട് ബാണങ്ങളും കണ്ടു. അദ്ദേഹം ആലോചിച്ചു. ചിന്തയാമാസ മനസ്സിൽ ആലോചിക്കുകയാണ്, ചിന്തിക്കുക. യസ്യമേ വിശിഖാസ്ത്വിഹ, ഈ ഋഷീണാമാശ്രമേ പുണ്യേ തീർത്ഥേ പരമപാവനെ, പരമപാവനമായ ഈ പുണ്യതീർത്ഥത്തിൽ ഋഷികളുടെ ആശ്രമത്തിൽ ഈ ബാണങ്ങൾ ഇത് ആരുടേതാവും? അങ്ങനെ ബാണം ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലമാണ് ഈ ഋഷിയുടെ ആശ്രമം. അപ്പം ഇത് ആരുടേതാവും? ഏവം ചിന്തയതാനേന കൃഷ്ണാജിനധരോ മുനി സമുന്നത ജഡാഭാരോ ദൃഷ്ടോ ധർമ്മസുതവും തഥ. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ കൃഷ്ണാജിനം ധരിച്ച, കൃഷ്ണമൃഗത്തിൻ്റെ തോലുടുത്ത, ജടാഭാരം ഉയർത്തി കെട്ടിവെച്ചിട്ടുള്ള ധർമ്മൻ്റെ പുത്രന്മാരായ 2 ഋഷിമാരെ അപ്പോൾ അദ്ദേഹം കണ്ടു. ആരാ ഋഷിമാര്? നരനാരായണന്മാര്, ധർമ്മപുത്രന്മാര്. അങ്ങനെ തയോരഗ്രേ ധൃതേ ശുഭ്രേ ധനുഷീ ലക്ഷണാന്യുതേ, ലക്ഷണയുക്തമായ ശുഭ്രമായ 2 വില്ലുകളും ശാർഗമെന്ന ആ ചാപം, അതുപോലെ അമ്പൊടുങ്ങാത്ത ആവനാഴികൾ അവരുടെ മുമ്പിലിരിക്കുന്നതും കാണാൻ സാധിച്ചു. ശാർഗം ഭഗവാന്റെ വില്ലാണ്. അപ്പം അതേപോലെയുള്ള 2 വില്ലുകൾ ഈ നരനാരായണന്മാരുടെ മുമ്പിൽ അദ്ദേഹം കണ്ടു, പ്രഹ്ലാദൻ കണ്ടു. ധ്യാനസ്ഥൗതൗ മഹാഭാഗോ നരനാരായണാവൃഷി, ധ്യാനനിമഗ്ധരായിരിക്കുന്ന മഹർഷിമാർ, ആ മഹാഭാഗന്മാർ, ഋഷിമാർ, നരനാരായണന്മാര് ദൃഷ്ടുവാ ധർമ്മസുതൗ തത്ര ദൈത്യാനാമധിപസ്തത, ധർമ്മന്റെ പുത്രന്മാരായ അവരെ അവിടെ വെച്ച് കണ്ടപ്പോൾ ദൈത്യാധിപതിയായിരിക്കുന്ന, ദൈത്യേന്ദ്രനായിരിക്കുന്ന ആ പ്രഹ്ലാദൻ ക്രോധരക്തേക്ഷണസ്തൗതോ പ്രോവാച ആസുരപാലക കിം ഭവദ്ഭ്യാം സമാരബ്ധോ ദംഭോ ധർമ്മവിനാശന. അസുര സംരക്ഷകൻ ക്രോധം കൊണ്ട് വിറച്ചു എന്നാണ്, കണ്ണ് കലങ്ങി. നിങ്ങൾ ധർമ്മത്തെ ധ്വംസിക്കുന്ന അഹങ്കാരമല്ലേ കാണിക്കേണ്ടത് എന്ന് ചോദിച്ചു. നശ്രുതം നൈവ ദൃഷ്ടം ഹി സംസാരേസ്മിൻ കഥാഭിഹി തപസശ്ചരണം തീവ്രം തഥാ ചാപസ്യ ധാരണം. ഇത് ലോകത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ലേ, കേട്ടിട്ടുമില്ല. എന്താ അത്? തീവ്രമായ തപസ് ആചരിക്കുകയും അതോടൊപ്പം തന്നെ ചാപം ധരിക്കുകയും ചെയ്യുക. തപസ്സുകൾക്ക് പറഞ്ഞതാണോ ഈ അമ്പും വില്ലും എന്നുള്ളതിലാണ്. വിരോധോയം യുഗേ ചാദ്യേ കഥം യുക്തം കലിപ്രിയം. കലിയുഗത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഇത് യോഗ്യമാണ്. ആദ്യത്തേതാണ് കൃതയുഗം. ഇത് കൃതയുഗത്തിൽ എങ്ങനെ യോജിക്കും? ബ്രാഹ്മണസ്യ തപോയുക്തം തത്ര കിം ചാപധാരണം. ബ്രാഹ്മണന് തപസ്സാണ് യുക്തമായത്, എന്നാൽ ചാപം ധരിക്കുന്നത് ഒരിക്കലും യോജിച്ചതല്ല. യോജിച്ചതാണോ ചോദിക്കുകയാണ്. കോ ജഡാധാരണം ദേഹേ കോഷുധീച്ച വിഡംബനൗ ധർമ്മസ്യ ആചരണം യുക്തം യുവയോർ ദിവ്യഭാവയോ ശിരസിൽ ജഡ ദേഹത്താവനാഴി. ഇത് വഞ്ചനയാണ്. ദിവ്യഭാവമുള്ള നിങ്ങൾ ഇരുവരും ധർമ്മമാചരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ധർമ്മമല്ല, അധർമ്മമാണ്. വ്യാസം പറയണു, ഇതി തസ്യ വച ശ്രുത്വാ നരപ്രോവാച ഭാരത. ഈ വാക്കുകൾ കേട്ടപ്പോൾ നരനാണ് തിരിച്ച് മറുപടി പറഞ്ഞത്. കാതേ ചിന്താത്ര ദൈത്യേന്ദ്ര വൃഥാ തപസ്സി ചാവയോ. ഞങ്ങളുടെ തപസ് അർത്ഥശൂന്യമാണെന്നാണോ ഇപ്പോൾ അങ്ങ് വിചാരിക്കണത്? പ്രഹ്ലാദന്റെ വാക്ക് കേട്ടപ്പോൾ നരൻ തിരിച്ച് ചോദിച്ചു. സാമർഥ്യേ സതിയൽ കുര്യാൽ തൽസമ്പദ്യേത തസ്യഹി ആവാം കാര്യദ്വയേ മന്ദ സമർത്ഥൗ ലോകവിശ്രുതൗ. സാമർഥ്യത്തോട് ചെയ്യുന്ന ഏത് കർമ്മത്തിലും ഒരാൾക്ക് ഔന്നത്യം നേടാൻ സാധിക്കും. അത് തപസ്സായാലും യുദ്ധമായാലും. ഹേ മൂഢ, മന്ദ എന്നാ വിളിച്ചത്.
ഞങ്ങൾ രണ്ടുപേരും ഈ രണ്ട് കാര്യത്തിലും സമർത്ഥരാണ് എന്ന് കീർത്തിയുള്ള ആളുകളാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടും പറ്റും, തപസ്സും ചെയ്യാൻ പറ്റും, യുദ്ധവും ചെയ്യാൻ പറ്റും. രണ്ടിലും യുദ്ധേ തപസി സാമർഥ്യം ത്വം പുനഃക്കിം കരിഷ്യസി. അപ്പം ഞങ്ങൾക്ക് യുദ്ധത്തിലും സാമർഥ്യമുണ്ട്, അതേപോലെ തപസ്സിലും ഞങ്ങൾക്ക് സാമർഥ്യമുണ്ട്. എന്നിട്ട് പറയുകയാണ്, ത്വം കിം കരിഷ്യസി, നീ ഇനി എന്തു ചെയ്യും? ഗച്ഛമാർഗേ യഥാകാമം കസ്മാദത്ര വിഗദ്ധസേ. വെറുതെ നിന്ന് പുലമ്പാതെ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോവുക. നമ്മൾ പറയാല്ലേ, വന്ന വഴിക്ക് വേഗം തിരിച്ചു വിട്ടോളൂ, അല്ലാതെ ഞങ്ങളുമായി തർക്കിക്കാൻ വരണ്ട എന്നാണ് നരനാരായണന്മാരുടെ വാക്ക്. ബ്രഹ്മതേജോ ദുരാരാധ്യം നത്വം വേദ വിമോഹിത വിപ്രചർച്ച ന കർത്തവ്യ പ്രാണിഭി സുഖമീപ്സുഭി. അവിടെ അറിയാണ്, മൂഢബുദ്ധിയായ നിനക്ക് ദുർജ്ഞേയമായ ബ്രഹ്മതേജസ്സിനെ കുറിച്ച് എന്തറിയാൻ സാധിക്കും? അല്ലേ, ഞങ്ങളുടെ ബ്രഹ്മ തേജസ്, ഞങ്ങളുടെ ഈ തപസ്സിലൂടെ ഞങ്ങൾ നേടിയെടുത്ത തേജസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നിനക്ക് എന്തറിയാം? സുഖം വേണം എന്നുണ്ടെങ്കിൽ സുഖമീപ്സുഭി വിപ്രചർച്ചാന്ന കർത്തവ്യ. മുനിമാരുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെടരുത്. നിനക്ക് സുഖം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ തപസ്സിനെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും നിനക്ക് എന്തറിയാൻ സാധിക്കും? നീ ഒരു വിഡ്ഢിയാണ്, നീ ബുദ്ധിയില്ലാത്തവനാണ്, നീ മൂഢനാണ്. അതുകൊണ്ട് സുഖം വേണമെന്നുള്ള ആളുകൾ ആരും തപസ്വികളുടെ പ്രവൃത്തികളെ, അവരുടെ രീതികളെ അവരാരും ചോദ്യം ചെയ്യില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്യില്ല. അതുകൊണ്ട് നീ നിന്റെ വഴിക്ക് തിരിച്ചു പോവുകയാണ് നിനക്ക് നല്ലത്. ഞങ്ങൾ യുദ്ധം ചെയ്യണോ തപസ് ചെയ്യണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന രീതിയിൽ നരൻ്റെ അതിചടുലമായിട്ടുള്ള വാക്കുകൾ അവിടെ കേൾക്കണു. ആ വാക്കുകൾക്ക് ദൈത്യേന്ദ്രനായ പ്രഹ്ലാദൻ നൽകുന്ന മറുപടിയാണ് നമ്മൾ നാളെ അനുസ്മരിക്കുക. ഇപ്പോൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.